ഗൈസ് ഇന്ന് നമ്മൾ പോണേ എങ്ങോട്ടാണെന്നറിയോ? തൃശ്ശൂർക്ക്. തൃശ്ശൂർ പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. പൊറാട്ടയും തൃശ്ശൂർക്ക് നമ്മൾ പോകുന്നത് ട്രെയിനിലാണ്. അപ്പോൾ ട്രെയിൻ വളരെ നേരത്തെ വരുന്നതുകൊണ്ട് നമ്മൾ വരേന്ന് നേരത്തെ ഇറങ്ങി. അപ്പോൾ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ പൊറാട്ടയും ബീഫും കഴിച്ചു. നമ്മൾ ട്രെയിനാണെങ്കിൽ വരാനായിക്കണം. വിശപ്പാണിച്ച് നമുക്ക് സഹിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്. 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കഴിച്ചിറങ്ങാമെന്ന് പറഞ്ഞ് കയറിയതാണ്. നോക്കുമ്പോഴാണെങ്കിൽ എൻ്റെ ഗൈസ് ഒട്ടുക്കത്തെ ടേസ്റ്റ്. നമുക്കാണെച്ചെങ്കിൽ അവിടെ നിന്ന് പോരാനും പറ്റണില്ല. അങ്ങനെ രണ്ടാളും മനസ്സോടെ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ട്രെയിനാണെങ്കിൽ വന്നിക്കണു, തിരക്കുമില്ല, നമുക്ക് സീറ്റും കിട്ടി. അല്ലെങ്കിൽ ഈ ട്രെയിനിൽ സീറ്റൊക്കെ കിട്ടാറിന് അതിനൊരു ഭാഗ്യമൊക്കെ വേണം. അങ്ങനെ മുത്തു ബിഗ് ബോസ് കാണലും തുടങ്ങി. കണ്ണടിച്ച് തുറന്നപ്പോഴത്തേനും നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ നമ്മളൊരു ഓട്ടോ കാക്കുനെ വിളിച്ച് പറപ്പിക്കാൻ തുടങ്ങി. പറക്കുന്ന ഇക്കുറിയിൽ എങ്ങോട്ടാ പോകണ്ടെന്ന്, പറപ്പിക്കുന്ന ആൾക്കുറിയിൽ എങ്ങോട്ടാ പോകണ്ടെന്ന്. അങ്ങനെ ഗൈസ് നമ്മൾ ഒരുവിധം നമ്മുടെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചെത്തി. ഇനി ഞാൻ ആ രഹസ്യം മറച്ചു വെക്കുന്നില്ല. അതെ ഗൈസ്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് HR ഓഫീസിൽ വന്നതാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഇങ്ങനത്തെ നല്ല കാര്യത്തിനൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം പോസ്റ്റ് ആവണമല്ലോ. അങ്ങനെ കാത്തിരുന്ന് സാധനം കൈ കിട്ടി ഗൈസ്. അങ്ങനെ പിന്നെ ഇനി നമുക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് നേരത്തെ വീട്ടിലേക്ക് പോകണമല്ലോ. അങ്ങനെ നമ്മൾ കിട്ടിയ ഓട്ടോനെ വിളിച്ചിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നു. അങ്ങോട്ട് പോയതിനേക്കാളും സന്തോഷത്തിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം എൻ്റെ നീണ്ട 5 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് ഗൈസ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ ഒരു പരിപാടിത് അല്ലേ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയോ? നമുക്ക് വിശക്കൂലേ? രാവിലെ വരുമ്പോൾ നമ്മളൊരു പൊറാട്ടയും ബീഫും മാത്രമല്ലേ കഴിച്ചിക്കണ്. അങ്ങനെ കഴിച്ചാൽ നമുക്ക് ഇനി പ്രത്യേകിച്ച് തൃശ്ശൂർ റോഡൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഫുഡും കൂടി കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും നമ്മൾ വിശപ്പിൽ അങ്ങനെ തിന്നു. അല്ല, ഇവിടം വരെ വന്നിട്ടൊരു റീലെടുക്കാതെ എങ്ങനെ ഇപ്പോൾ? അങ്ങനെ ഒരു ചരിത്രം ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ 1-2 റീലും പാസ്സാക്കി തിരിച്ച് പോകാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ എൻ്റെ പൊന്നെ ഒടുക്കത്തെ തിരക്ക്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ വരുമ്പോൾ പറഞ്ഞില്ല എനിക്ക് എന്തൊരു ഭാഗ്യമുണ്ട് സീറ്റൊക്കെ കിട്ടിയെന്ന്. ചിലപ്പോൾ പിൻവലിക്കേണ്ടി വരും കേട്ടോ. കാരണം ഞാൻ പോകുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. അങ്ങനെ നിൽക്കാനും കൂടി സ്ഥലം കിട്ടാത്ത ട്രെയിനിൽ ഈ ഒലക്ക എന്തിനാണ് ട്രെയിനിൽ വെക്കുന്ന ആർക്കെങ്കിലും അറിയിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഓക്കെടാ ബൈഡാ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.